തമിഴ്നാട്ടിലെ കടലൂരിൽ ബസ് ട്രെയിനിലിടിച്ചു 3 പേർ മരിച്ച സംഭവം ഗേറ്റ് കീപ്പറുടെ അനാസ്ഥ മൂലമെന്ന് പോലീസ്. ഗേറ്റ് കീപ്പർ പങ്കജ് ശർമ്മ ഗേറ്റ് അടച്ചെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് കള്ളം പറഞ്ഞതിനെ തുടർന്നാണ് ബസ് കടത്തിവിട്ടത്. പങ്കജ് ശർമ്മ പിന്നീട് തെറ്റ് ഏറ്റുപറയുന്ന ഫോൺ റെക്കോർഡ് പോലീസിന് ലഭിച്ചു. ഇതോടെ അപകടത്തിലെ റെയിൽവേ വിശദീകരണം തെറ്റാണെന്ന് തെളിയുകയാണ്. ബസ് ഡ്രൈവർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട റെയിൽവേ ഗേറ്റ് തുറന്നു നൽകിയതാണ് കടലൂരിലെ ട്രെയിൻ അപകടത്തിന് കാരണമെന്നായിരുന്നു റെയിൽവേയുടെ വിശദീകരണം. എന്നാൽ തെളിവുകൾ നിരത്തി പോലീസ് ഈ വാദത്തെ തള്ളുകയാണ്. റെയിൽവേ ഗേറ്റ് കീപ്പർ പങ്കജ് ശർമ്മ ഗേറ്റ് അടച്ചിരുന്നില്ല. പക്ഷേ ഗേറ്റ് അടച്ചുവെന്ന സ്റ്റേഷൻ മാസ്റ്ററോട് കള്ളം പറഞ്ഞതിനെ തുടർന്ന് ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ സിഗ്നൽ നൽകി. ഇതിനിടെയാണ് ബസ് കടന്നു വന്നതും ട്രെയിൻ ഇടിച്ച് അപകടമുണ്ടാകുന്നതും. അപകടത്തിന് ശേഷം താൻ റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നില്ല എന്ന് പങ്കജ് ശർമ്മ സ്റ്റേഷൻ മാസ്റ്ററോട് പറയുന്ന ഫോൺ സംഭാഷണം പോലീസിന് ലഭിച്ചു. പല ദിവസങ്ങളിലും ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കാറുള്ളതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. സ്കൂൾ ബസ് ഡ്രൈവറുടെ മൊഴിയും ഇപ്രകാരമാണ്. പോലീസിന്റെ കണ്ടെത്തൽ റെയിൽവേയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ശരിയായ അപകട കാരണം അറിഞ്ഞിട്ടും തെറ്റായ വിശദീകരണം നൽകിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. 24 ചെന്നൈ.